നമസ്കാരം. അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുങ്കം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കെതിരെയാണ് അമേരിക്ക ഈ നടപടി ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യക്ക് 26% തീരുവ. 70 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വൈറ്റ് ഹൗസും അറിയിച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് മേൽ 104% അധിക തീരുവയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം. കഴിഞ്ഞ ആഴ്ച US പ്രഖ്യാപിച്ച 34% തീരുവകൾക്കെതിരെയും ചൈന പ്രതികാര നടപടികൾ എടുത്തതിനെ തുടർന്നാണ് 104%ത്തിലേക്ക് ഉയർത്തിയത്. അമേരിക്കയുടെ പുരോഗതിക്ക് തന്റെ തീരുവ പ്രഖ്യാപനം മുതൽക്കൂട്ടാണെന്ന് ട്രംപ് പ്രതികരിച്ചു. അതേസമയം അമേരിക്കയുടെ വ്യാപാര രംഗത്തെ ഭീഷണി ചെറുക്കാൻ സജ്ജമാണെന്ന് ചൈനയും വ്യക്തമാക്കി. പകരച്ചുങ്കം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമ്പൂർണ്ണ വ്യാപാര യുദ്ധമായി മാറുമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് തീരുവ എന്ന് പറഞ്ഞതായിരുന്നു ഇന്ത്യക്ക് മേലുള്ള നികുതി പ്രഖ്യാപിച്ചതും. അതേസമയം തീരുമാനം ആഗോള വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നുവെന്ന് പറയുന്നു. പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ അടക്കം ആശങ്കയിലാണ്. പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓഹരികളും വൻ ഇടിവിലാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് ശരാശരി 9.5% തീരുവയാണ് ഇന്ത്യ ഈടാക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ശരാശരി 3% തീരുവ. 2021-22 വർഷം മുതൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി തന്നെ 18% അമേരിക്കയിലേക്കാണ്. മൊത്തം ഇറക്കുമതിയിൽ 6.22% മാത്രമാണ് അവിടെ നിന്നുള്ളതും. കഴിഞ്ഞ ദിവസവും പകര തീരുവ പ്രഖ്യാപനം അമേരിക്കൻ വിപണിക്ക് വൻ തിരിച്ചടിയായിരുന്നു. ട്രംപിന്റെ തീരുവ യുദ്ധം പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഡൗ ജോൺസ് സൂചിക തന്നെ ഇപ്പോൾ 1200 പോയിന്റ് താഴേക്ക് പതിച്ചു. നാസ്ഡാക്ക്, S&P 500 സൂചികൾക്ക് 4.5% ഇടിവും രേഖപ്പെടുത്തി. ആപ്പിളിന്റെ വിപണിയിൽ മൂല്യത്തിന് വൻ ഇടിവും രേഖപ്പെടുത്തി. കോവിഡിന് ശേഷം കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും വലിയ പതനമായിരുന്നു ഇതെന്ന് പറയണം. ലോകമെമ്പാടും തന്നെ ഓഹരി വിപണിയിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ടും പകരച്ചുങ്കത്തിലെ നിലപാട് കടുപ്പിച്ചു തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ നീങ്ങുന്നത് എന്ന് പറഞ്ഞേ മതിയാകും. അത്രമേൽ സഹിച്ചു ഇനി പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതും പെരുമാറുന്നതെന്നും പറയുന്നുണ്ട്. എന്നാൽ ട്രംപ് എന്തൊക്കെ ചെയ്താലും നിർത്താൻ ഉദ്ദേശമില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ മറ്റു ആൾക്കാരും. യമനിലെ ഹൂതികളെ കുറിച്ചും പറയേണ്ടത് ഒരു കാര്യം തന്നെയാണ്. ഇവർ പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ കപ്പലുകളെ തന്നെയാണ്. അമേരിക്കയുടെ കപ്പലുകളെ കടലിൽ മുക്കുക എന്നത് ഇപ്പോൾ ഹൂതികൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. യമനിലെ ഹൂതികൾ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്ക വ്യോമസേന ആക്രമിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അതിശക്തമായ ശക്തി പ്രയോഗിക്കുമെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഹൂതികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകദേശം $1 ബില്യൺ ചിലവാകുമെന്നും അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.